പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അടുത്ത് നമ്മുടെ PV അൻവർ MLA എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം നടത്തിയ ഒരു പരാമർശം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന യുവാക്കളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. യുവാക്കളൊക്കെ കോഴി ബിരിയാണിയും കുഴിമന്തിയും ഒക്കെ കഴിച്ച് ഫോണിലും കുത്തിക്കൊണ്ട് നടക്കുകയാണ്. നമ്മുടെ നാട്ടിൻ്റെ പോക്ക് അറിയുന്നില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ അതിസങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെയാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട് മുഴുവനും ഭരിച്ചുകൊണ്ടിരിക്കുന്നവരും നാടിനെ നന്നാക്കേണ്ട ആളുകളൊക്കെയും എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ അഴിമതിയിലൂടെയും അല്ലെങ്കിൽ കൊള്ളയടിച്ചുകൊണ്ടുമൊക്കെ ഈ നാടിനെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ചെറുപ്പക്കാരായ ആളുകൾക്ക് യാതൊരു ബോധവുമില്ല. അവരേതോ ഒരു മായിക ലോകത്ത് ജീവിക്കുകയാണ്. പറഞ്ഞത് വളരെ കറക്റ്റാണ്, 100% ശരിയാണ്. കാരണം നമ്മുടെ യുവാക്കൾക്കൊക്കെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷേ നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നം, നമ്മുടെ നാട് നന്നാകാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇവിടെ എന്തെങ്കിലും ഒരു വിഷയം ഉന്നയിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറയപ്പെട്ട MLA ഒരു ജനപ്രതിനിധി, അദ്ദേഹം ഭരണപക്ഷത്തുള്ള ഒരു പ്രതിനിധിയാണ്. ഒരു ഭരണപക്ഷത്തിരിക്കുന്ന വ്യക്തി സ്വന്തം പക്ഷത്തിനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ജയിപ്പിച്ച് ഈ ഒരു സ്ഥാനത്തേക്ക് കയറ്റിവിട്ട സ്വന്തം പാർട്ടിക്കെതിരെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മാത്രം അദ്ദേഹം ക്ഷമിച്ചിട്ടുണ്ട്, സഹിച്ചിട്ടുണ്ട്. ഒരല്പം മനസാക്ഷിയുള്ള ഏതൊരാളും തൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന തെറ്റിനെ ഒരു പക്ഷേ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് രഹസ്യമായിട്ട് ഈ വിഷയം സംസാരിക്കും. കുറേയൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് നടക്കും. പക്ഷേ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു അല്പം മനസാക്ഷിയുള്ള ആരായാലും ഇനി ഇത് കണ്ടു നിൽക്കാൻ കഴിയില്ല. ഇത് പൊതുജനത്തെ അറിയിക്കണം എന്ന് കരുതിയിട്ട് തന്നെയാണ് ക്ഷമിക്കാവുന്നതിൻ്റെ പരമാവധി ക്ഷമിച്ച് സഹിച്ചതിന് ശേഷമാണ് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ, ഒരു തുറന്നു പറച്ചിൽ ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ആരായാലും അങ്ങനെ തന്നെയാണ്. നമ്മളെ ജയിപ്പിച്ച് വിട്ടത് ഈ ജനങ്ങളാണ്, പാർട്ടിക്കാരല്ല. ഈ ജനപ്രതിനിധികൾക്ക് മേലിൽ ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് വോട്ടായിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഈ നാടിന് കിട്ടേണ്ട പണം, ഈ നാടിൻ്റെ സമ്പത്ത് ഒരു പറ്റം അധികാരത്തിലിരിക്കുന്ന ആളുകൾ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മോഷ്ടിക്കുമ്പോൾ, കളവ് നടത്തുമ്പോൾ ഒരല്പം മനസാക്ഷിയുള്ള ജനപ്രതിനിധി ഒരിക്കലും അത് ഒരു പരിധിവരെയൊക്കെ കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും വലിയ വെളിപ്പെടുത്തൽ നമ്മുടെ കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. ഇതിനെ രാഷ്ട്രീയപരമായിട്ടും സമീപിക്കുന്നവരുണ്ട്. അതിലെല്ലാറ്റിലും ഉപരി നമ്മുടെ നാട് നന്നാകാത്തതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്, എന്തൊരു വിഷയം ആര് പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും അതിന് ഏറ്റവും എളുപ്പത്തിൽ അതിനെ വഴിതിരിച്ചു വിടാനുള്ള ഒരു ആയുധമാണ് മതം അതിലേക്ക് കൂട്ടിക്കലർത്തുക എന്നുള്ളത്. എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഒന്നെങ്കിൽ ആ പറഞ്ഞ വ്യക്തിയുടെ മതം അവിടെ വിഷയമായിരിക്കും, ഇല്ലെങ്കിൽ പറയപ്പെട്ട ആരോപണം ഉന്നയിക്കപ്പെട്ട വിഷയം ഒരു മതപരമായിട്ട് കൂട്ടിച്ചേർക്കുക. എന്നാൽ കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനമാകും മീൻസ് ആ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അവിടെ പരിഹാരം കാണുകയല്ല, മറിച്ച് ഈ വിഷയത്തെ എങ്ങനെയെങ്കിലും തീരുമാനമാകാതെ വഴി തിരിച്ചു വിടാൻ പറ്റും. ഭരണപക്ഷം അതിനാണല്ലോ ശ്രമിക്കുക. അത് നടന്നിട്ടുണ്ട്. പരമാവധി എങ്ങനെയെങ്കിലും അതിലേക്ക് മതം കുത്തിക്കലർത്തി അതൊരു മതപരമായ വിഷയമാക്കി മാറ്റി അത് ആ വഴിക്ക് ആ റൂട്ടിലൂടെ അവിടെ തിരിച്ചു വിട്ടാൽ പിന്നെ ജനങ്ങൾ അത് ഏറ്റെടുത്തോളും. അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അതിൽ വലിയ പങ്കുണ്ട്. മാധ്യമങ്ങൾക്ക് അതിലെങ്ങനെയെങ്കിലും ഒരു മതത്തിൻ്റെ ഒരു ചെറിയൊരു തുമ്പ് കിട്ടിയാൽ പിന്നെ അതിമ പിടിച്ചവരങ്ങനെ കയറിപ്പോകും. വിഷയങ്ങൾക്ക് ഇവിടെ തീരുമാനമാകില്ല. വിഷയങ്ങൾക്ക് തീരുമാനമാക്കും. വല്ലാതെ ജനങ്ങൾ പ്രതികരിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ ഒരു
ഒരു പണിഷ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ ജനങ്ങളെ കണ്ണ് പൊടിയിട്ടു, ജനങ്ങൾ അതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്, പിന്നെ അതിന്മേലേക്ക് ആരും തിരിയുന്നില്ല. ഇങ്ങനെ ഇതിൻ്റെ മുമ്പും വേറെ വിഷയമാണ്. കളക്ടർ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരു മാധ്യമപ്രവർത്തകനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ഇപ്പോൾ എന്താണ് ആ കേസിൻ്റെ അവസ്ഥ? അപ്പോൾ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ ഈ ജനപ്രതിനിധികളുമായി ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അവരുടെയൊക്കെ ചെലവിലാണ് ഇവർ രണ്ടുപേരും ഈ സംരംഭം അഥവാ ഈ കള്ളക്കടത്തും ഈ അഴിമതിയും മോഷണവും ഒക്കെ നടത്തിക്കൊണ്ടു പോകുന്നത് തന്നെ ഈ ജനപ്രതിനിധികളുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പുറത്താണ്. അപ്പോൾ രണ്ട് കൂട്ടർക്കും പരിക്കില്ലാത്ത രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് കൊടുക്കും. അതെന്തിനാണ്? ആളുകളെ കണ്ണ് പൊട്ടിയിടാൻ വേണ്ടിയിട്ട്, സാധാരണക്കാരായ ആളെ കണ്ണ് പൊട്ടിയിടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വിഷയം വരും, ആളുകൾ അങ്ങോട്ട് പോകും, മാധ്യമങ്ങൾ അതിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ മുമ്പ് നടന്ന വിഷയങ്ങളൊക്കെ ഇവിടെ ജനങ്ങൾ മറന്നുപോയി. ഇതേ ഒരു പരമ്പരയാണ് കേരളം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, എന്തൊരു ഒരു പ്രധാനപ്പെട്ട വിഷയം വന്നാലും അതിനെ വഴിതിരിച്ചു വിടാൻ മതം ഒരു ആയുധമാക്കുന്ന ശീലം, അല്ലെങ്കിൽ അത് പാർട്ടിവൽക്കരിക്കുക, വ്യക്തിവൽക്കരിക്കുക. ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോഴും കാലാകാലം നടന്നുകൊണ്ടിരിക്കുന്നതാണ് മതത്തിനെ അതിലേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുപോകും. മതനേതാക്കന്മാരും പണ്ഡിതന്മാരും സംഘടനകളൊക്കെ പരമാവധി എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും മതത്തെ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. രാഷ്ട്രീയപരമായൊരു വിഷയത്തിലേക്ക് മതത്തെ വലിച്ചിഴക്കാൻ താല്പര്യമില്ലാത്തവരാണ്. കാരണം അത് മതമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ഏതൊക്കെയോ ആളുകൾ ചെയ്യുന്ന നെറികേടുകൾക്ക് മതം എന്ത് പിഴച്ചു? അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷം താമസിക്കുന്ന ആ മതത്തിൻ്റെ ആളുകൾ എന്ത് പിഴച്ചു? ഏതെങ്കിലും ഒരു എയർപോർട്ട് വഴി സ്വർണം കടത്തുന്നുണ്ടെങ്കിൽ ആ നാട്ടിലെ കൂടുതൽ താമസിക്കുന്ന മതക്കാരെ മുഴുവനും അവഹേളിക്കുകയും അല്ലെങ്കിൽ അവർക്കിതൊക്കെ തന്നെയാണ് പണി എന്ന രൂപത്തിലുള്ള ഈ സംസാരവും എന്തിനുള്ളതാണ്? ഇത് വഴിതിരിച്ചുവിടാനുള്ള, ജനശ്രദ്ധ മാറ്റാനുള്ള ഒരു പരിപാടിയാണ്.